ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പൂർണ്ണ വിശ്വാസത്തോടു കൂടി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു മെത്തേഡിനെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. നമ്മുടെ ഏത് ആഗ്രഹ സാഫല്യവും ഈ മെത്തേഡ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ഈ മെത്തേഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പഴയ വീഡിയോ ചെയ്ത പോലെ ഒരു ഏഞ്ചൽ നമ്പർ കൊണ്ടാണ് ഈ മെത്തേഡ് ചെയ്യുന്നത്. അത് നമുക്ക് പൂർണ്ണ ഫലം കിട്ടുന്നതാണ്. നമ്മൾ നല്ല വിശ്വാസത്തോടു കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 100% ഉറപ്പായിട്ടുള്ള ഒരു വീഡിയോയാണിത്. നമ്മൾ പഴയ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തു തരുന്നതിൽ 12 എന്നുള്ളത്, അത് ഒരുപാട് പേർക്കത് ഫലം കിട്ടിയതായിട്ടൊക്കെ നമുക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ മെത്തേഡും നമ്മൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടി നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണ ഫലം കിട്ടുന്ന ഒരു മെത്തേഡാണിത്. ഇതൊരു ഏഞ്ചൽ നമ്പറാണ്. അത് ഏഞ്ചൽ നമ്പറാണ്. ഈ ഏഞ്ചൽ നമ്പർ കൊണ്ടാണ് നമ്മളിത് സാധിച്ചെടുക്കാൻ പോകുന്നത്. നമുക്കത് ഒരുപാട് ദിവസത്തെ കാര്യങ്ങളൊന്നുമില്ല, വെറും 3 ദിവസം കൊണ്ട് മാത്രം നമുക്കിത് ചെയ്ത് നേടിയെടുക്കാം. അത് ചെയ്യേണ്ട രീതിക്ക് നമ്മൾ ചെയ്യണമെന്നുള്ളതേ ഉള്ളൂ. അതിന് മറ്റേതിൻ്റെ കൂട്ട് നമുക്ക് ഈ ഏഞ്ചൽ നമ്പർ എന്ന് പറയുന്നത് നമ്മൾ 12 പോലെ തന്നെയുള്ള ഒരു പവർഫുൾ ഏഞ്ചൽ നമ്പറാണ് ഇത്. ഈ നമ്പർ എന്ന് പറയുന്നത് നമുക്ക് 369 എന്ന് പറയുന്ന ഒരു ഏഞ്ചൽ നമ്പറാണ്. ഈ നമ്പർ കൊണ്ട് നമുക്ക് മറ്റേ നമ്പർ പോലെ തന്നെ നമുക്ക് ഇത് എഴുതിയാലും നമുക്ക് ഏത് ആഗ്രഹങ്ങളാണെന്ന് പറഞ്ഞാലും നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും. എന്ത് കാര്യമെന്ന് പറഞ്ഞാലും നമുക്ക് ഒരു ജോലിയുടെ ആയിരിക്കും, ഒരു കല്യാണമായിരിക്കും, അല്ലെ നമുക്ക് കോളേജുകളിലാണെന്നുണ്ടെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ടിരിക്കും, ജോലിക്ക് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്തിട്ടിരിക്കുമായിരിക്കും, ഒരു ഇൻ്റർവ്യൂവിന് പോകണം. അങ്ങനെയുള്ള ഏത് കാര്യങ്ങൾക്ക് വേണമെങ്കിലും നമ്മൾ ഈ നമ്പർ ഉപയോഗിച്ച് നമുക്ക് സാധ്യമാക്കാൻ പറ്റും. അത് നമ്മൾ ഒരു കോളേജിൽ പോകാനായിട്ട് നമുക്ക് ആഗ്രഹമുള്ള കോളേജുകൾ കാണും പഠിക്കാനായിട്ട്. ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ കിട്ടാൻ സാധ്യത കുറവായിരിക്കും. പക്ഷേ നമ്മൾ ഈ നമ്പർ വെച്ച് ഇത് എഴുതി, ഈ നമ്പരെന്നല്ല, ഈ എഴുതി നമ്മൾ ഇത് എഴുതിക്കൊണ്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് സാധിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാലും നമുക്ക് ഈ ഇൻ്റർവ്യൂവിന് പോകാൻ നേരത്താന്ന് പറഞ്ഞാൽ ഇത് ചെയ്തതിന് ശേഷം നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സാധിച്ചു കിട്ടും. അങ്ങനെ നമുക്ക് എന്ത് കാര്യത്തിനും, നമുക്ക് സാധ്യമായ എന്ത് കാര്യത്തിനും, അല്ലാതെ നമ്മളിപ്പം ജോലി ചെയ്യാതെ വീട്ടിൽ ഇരുന്നിട്ട് കാശ് കിട്ടണം, അങ്ങനെ കാശ് വരണം, ഇങ്ങനെ കാശ് വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ പറ്റത്തില്ല. നമ്മൾ പരിശ്രമം വേണം. ഇതിന് നല്ല പരിശ്രമം വേണം. പരിശ്രമിച്ചുകൊണ്ട് കിട്ടാത്ത കാര്യങ്ങൾ നമുക്കിത് ആകർഷിച്ച് നമുക്ക് കിട്ടുന്ന ഒരു ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ ചെയ്തില്ല കഴിഞ്ഞ പ്രാവശ്യം. അതേപോലെ തന്നെയുള്ള ഒരു ഇതാണ് നമുക്ക്. മറ്റേത് നമുക്ക് തരണേ നമുക്ക് സാധിച്ച് തരണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമുക്ക് കിട്ടിയതായിട്ട് തന്നെ നമ്മൾ വെച്ച് എഴുതുന്നത്. അത് ഞാനിനി പറഞ്ഞു തരാം. ഈ 369 എന്ന് പറയുന്ന ഈ നമ്പർ നല്ല പവർ ഉള്ള നമ്പറാണിത്, ഈ ഏഞ്ചൽ നമ്പർ. ഇത് നമുക്ക് 3 ദിവസം കൊണ്ട് നമുക്ക് എഴുതി നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും, സാധിച്ച് കിട്ടും. അതുപോലെ നമ്മളത് വിശ്വസിച്ച് ചെയ്താൽ സാധിച്ച് കിട്ടും. അത് 3 ദിവസം മാത്രം നമുക്ക് ചെയ്താൽ മതി. അത്രയൊരു ഏഞ്ചൽ നമ്പറായത് ഈ 369 എന്ന് പറയുന്നത്. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പഴയ പോലെ തന്നെ പറഞ്ഞതിലൂടെ ബുക്കോ ഒരു പേപ്പറോ എടുക്കുക. നീലമഷി ആയിരിക്കണം. നീലമഷി കൊണ്ട് നമുക്ക് എന്ത് കാര്യമാണ്, ഇപ്പം ഉദാഹരണത്തിന് ഞാൻ പറയാം, നമുക്കൊരു ജോലി ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ നമ്മൾ പരിശ്രമിച്ചിട്ടെങ്കിലും കിട്ടുന്നില്ല. നമ്മളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കുക, നമ്മൾ അപ്ലൈ ചെയ്തിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ഒരു പേപ്പർ എടുക്കുക. പേപ്പർ എടുത്തിട്ട് നമ്മൾ ഇത് 3 ദിവസം എഴുതിയാൽ മതി. പേപ്പർ എഴുതിയിട്ട് നമ്മൾ ഇത് എഴുതുക. നമുക്ക് ഈ ജോലി നമുക്ക് കിട്ടിയതായിട്ട് വേണം എഴുതാനായിട്ട്. എനിക്ക് ഈ ജോലി കിട്ടി, ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു, എനിക്ക് ജോലി കിട്ടി, എനിക്ക് ഇത്ര രൂപ ശമ്പളത്തിലായി ഈ ജോലി കിട്ടിയേക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ എഴുതണം. മനസ്സിലായല്ലോ? എനിക്ക് ജോലി കിട്ടി. ഏത് കമ്പനിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എനിക്ക് ഇന്ന കമ്പനിയിൽ നിന്ന് എഴുതാം. ഇന്ന കമ്പനിയിൽ എനിക്ക് ജോലി കിട്ടി, എനിക്ക് ഇത്ര രൂപ ശമ്പളത്തിൽ ഞാൻ ജോലി ചെയ്യുന്നത്, അതിന് ദൈവത്തോട് നന്ദി പറയുന്നു എന്നും പറഞ്ഞുകൊണ്ട് എഴുതേണ്ടത്. നമുക്ക് കോളേജിലേക്കുള്ള നമുക്ക് അപ്ലൈ ചെയ്തിട്ടിരിക്കുകയെന്നുണ്ടല്ലോ, എനിക്ക് ഇന്ന കോളേജിൽ എനിക്ക് പഠിക്കാനുള്ള ഇത് കിട്ടി, ദൈവത്തിനോട് നന്ദി പറയുന്നു. കിട്ടി എന്നും പറഞ്ഞ് എഴുതേണ്ടത്. നമുക്ക് സാധിച്ചതായിട്ടാണ് നമ്മളിത് എഴുതേണ്ടത്. സാധിച്ചതായിട്ട് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് സാധിച്ച് കിട്ടും. മനസ്സിലായോ പറഞ്ഞത്?
നമുക്ക് സാധിച്ചതായിട്ടാണ് കിട്ടുന്നത്. നമ്മൾ നടന്ന് കിട്ടിയതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. അങ്ങനെ നമ്മൾ ചെയ്യുന്നത് നടന്ന് കിട്ടിയതായിട്ട് നമുക്ക് നടന്ന് കിട്ടി അങ്ങനെ പറഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ ആ ഒരു പോയിൻ്റ്. പിന്നെ ഈ 369 എന്ന് പറയുന്ന നമ്പർ നമ്മളെ 33 തവണയാണ് നമ്മൾ എഴുതേണ്ടത്. ഈ 33 തവണയും നമ്മൾ എഴുതുമ്പോൾ അത് നമ്മളെ പിന്നെ നമുക്ക് സാധിച്ച് കിട്ടി എന്ന് പറഞ്ഞാൽ എന്തു കാര്യമാണെന്ന് പറഞ്ഞാലും നമുക്ക് സാധിച്ച് കിട്ടി എന്നുള്ള അത് പിന്നെ അങ്ങനെ തന്നെ നമ്മൾ വെച്ച ഈ 33 തവണയും നമ്മൾ എഴുതി തീരുന്നിടം വരെ നമ്മൾ അത് തന്നെ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ എഴുതാവൂ കേട്ടോ. അങ്ങനെ എഴുതേണ്ടത്. എനിക്ക് ഇന്നത് ജോലി കിട്ടി, എനിക്ക് ജോലി കിട്ടി, ഈ 369 എനിക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതിയിട്ട് എനിക്ക് എഴുതണം. 369 എന്ന് എഴുതിയിട്ട് നമ്മളത് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നമ്മൾ മനസ്സിൽ കരുതിക്കൊണ്ട് നമ്മൾ എഴുതാവും. നമുക്ക് ജോലി കിട്ടി, നമുക്ക് അങ്ങനെ പറഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത്. നമ്മൾ ആഗ്രഹിച്ച ജോലി കിട്ടി എന്നിങ്ങനെ വിഷ്വലൈസ് ചെയ്ത് വേണം നമ്മൾ അതിങ്ങനെ എഴുതി പോകാനായിട്ട്. എഴുതി പോവുക. ഇങ്ങനെ എഴുതിപ്പോയി പിന്നെ നമ്മുടെ ദൈവത്തിനോടും നമ്മുടെ പ്രപഞ്ചത്തിനോടും നമ്മളത് പ്രാർത്ഥിച്ച് അർപ്പിച്ചാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഈ 33 തവണയും നമ്മൾ അത് ചെയ്യണം. അത് ഇനി നമ്മൾ ചെയ്യേണ്ട രീതി, എഴുതേണ്ട രീതി ഞാൻ കാണിച്ചു തരാം. അല്ല പിന്നെ നിങ്ങൾക്ക് സംശയമാവും. കറക്റ്റായിട്ട് നിങ്ങളിത് ഫോളോ ചെയ്ത് നോക്കുക. കറക്റ്റായിട്ട് നിങ്ങൾക്ക് സാധിച്ചിരിക്കും. ഞാൻ പറയുന്ന രീതിക്ക് അത് ചെയ്യണം. അല്ലാതെ നമ്മളതുപോലെ തന്നെ നമുക്ക് പറ്റുന്ന ആഗ്രഹങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ചെയ്യാതെ അത് വേണം, അല്ല കാശ് വരണം എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാലൊന്നും നടക്കത്തില്ല. പരിശ്രമം നമുക്ക് നല്ലതായിട്ട് വേണം. പരിശ്രമിച്ചുകൊണ്ട് ഇരുന്നിട്ട് നമുക്ക് കിട്ടാതെ ചെയ്യാനുള്ള പരിപാടിയാണ് ഇത്. നമുക്കൊരു കല്യാണം തന്നെ പലർക്കും ആണെന്നുണ്ടെങ്കിൽ കല്യാണങ്ങൾ നമ്മളിങ്ങനെ ആലോചിക്കുന്നുണ്ടായിരിക്കും, അല്ലെ വന്ന് കാണുന്നുണ്ടായിരിക്കും, ഒന്നും നടക്കുന്നില്ലായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മളെ പിന്നെ ഒന്നും സാധിക്കാതെ വരുമല്ലോ. ഒത്തിരി പേർക്ക് ഇങ്ങനെ ആണെന്നുണ്ടെങ്കിൽ കല്യാണം ഒന്നും നടക്കാതൊക്കെ ഇരിക്കുന്നുണ്ട്. അന്നേരം ആ സമയത്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു കാര്യം ഇങ്ങനെ എഴുതി പോയിട്ട് നമ്മൾ മനസ്സിൽ ഇത് കരുതണം. നമുക്ക് നടന്ന് കിട്ടിയതായിട്ട് എനിക്ക് കല്യാണം നടന്നു, നല്ലൊരു ബന്ധം എനിക്ക് വന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ 33 പ്രാവശ്യവും ഈ നമ്പർ എഴുതിയിട്ട് നമ്മൾ മനസ്സിൽ ഇങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ട് വേണം എഴുതാനായിട്ട്. അങ്ങനെ ചെയ്യണം. അന്നേരം പൂർണ്ണ ഫലം കിട്ടും. അത് നിങ്ങളത് ചെയ്ത് നോക്ക്. നമ്മളിനി അത് ചെയ്യേണ്ട രീതി ഞാൻ അത് കാണിച്ചു തരാമേ. ഹലോ ഫ്രണ്ട്സ്, കാണുന്നുണ്ടല്ലോ? കാണാമോ? നിങ്ങൾക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇച്ചിരി അടുപ്പിച്ച് കാണിക്കണോ? കാണാമല്ലോ, ഇപ്പം കാണാമല്ലോ. ഞാൻ ആദ്യം ഒരു വെള്ള പേപ്പറിലാണ് ചെയ്യേണ്ടത് കേട്ടോ. വെള്ള പേപ്പർ ഇത് ഇനിയും പറയല്ല. എൻ്റെ ഇത് ഇടത് കയ്യാണ്. ഇത് ഇടത് കയ്യേ, ഇത് വലത് കയ്യേ. വലത് കൈ വെച്ചാൽ ഞാൻ എഴുതുന്നത്. ഇത് ഞാൻ ഫോട്ടോ ചിലപ്പോൾ ഇത് വീഡിയോ തിരിഞ്ഞായിരിക്കും വരുന്നത്. കാര്യമുണ്ട് ഞാൻ തന്നെയാണ് ഈ വീഡിയോ പിടിക്കുന്നത്. ഇതിപ്പോൾ നമ്മളൊരു വെള്ള പേപ്പർ എടുത്തു അതിനകത്ത് മുകളിൽ 369 എന്ന് എഴുതുക. മനസ്സിലാവുന്നുണ്ടല്ലോ? പിന്നെ ഞാൻ എഴുതിയേക്കുന്ന വരാഹി ദേവി അമ്മയെ മനസ്സിൽ വിചാരിച്ചാൽ ഞാനിത് എഴുതിയത്. 369 എന്ന് എഴുതുക. ഓം വരാഹിയെ നമാന്ന് ഞാൻ എഴുതിയേക്കുന്നത്. നിങ്ങൾ ഏത് ദൈവത്തിനെ വിശ്വസിക്കുന്നു അതിൻ്റെ കൂടെ പ്രപഞ്ചശക്തിയുടെ ഇതുകൂടെ ഉണ്ട്. അതാണ് നമുക്കിത് നടത്തി തരുന്നത്. അപ്പം പിന്നെ ഞാൻ ഇങ്ങനെ എഴുതിയേക്കുന്നത് ഓം വരാഹിയെ നമാന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിയേക്കുന്നത്. ഞാൻ ഇത്ര എഴുതിയതിന് ശേഷം താഴോട്ട് എനിക്ക് അന്നേരം നമ്മൾ പിന്നെ എഴുതാൻ പോകുന്നത് ഇത് 369 എന്ന് എഴുതി നമ്മളെ ഇഷ്ടമുള്ള ദൈവത്തിൻ്റെ നമുക്ക് വിശ്വസിക്കുന്ന ദൈവത്തെ അതെഴുതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏത് ആഗ്രഹമാണോ അത് നമ്മൾ ഇവിടോട്ട് താഴോട്ട് എഴുതുക. എനിക്ക് ജോലിയുടെ ആണെങ്കിൽ എനിക്ക് ജോലി കിട്ടി, എനിക്ക് ഇത്ര രൂപ ശമ്പളത്തിലാണ് ജോലി ഞാൻ ചെയ്യുന്നത്, ദൈവത്തിന് നന്ദി പറയുന്നു എന്നും പറഞ്ഞുകൊണ്ട് എഴുതുക. എഴുതിയതിന് ശേഷം ഇത്ര നമ്മൾ എഴുതിയതിന് ശേഷം നമ്മൾ ഈ 1 2 3 4 5 6 അങ്ങനെയുള്ള നമ്പറ് 33 പ്രാവശ്യം നമ്മൾ എഴുതണം കേട്ടോ. 33 പ്രാവശ്യം നമ്മൾ ആദ്യം നമ്പർ എഴുതേണ്ടത്. നമ്പർ എഴുതിയതിന് ശേഷമേ നമ്മൾ 369 എന്ന് 1ൻ്റെ അവിടെ എഴുതുക, 2ൻ്റെ അവിടെ 369 എന്ന് പിന്നെ നമ്മൾ ഇത് എഴുതാവൂ. ഈ ഏഞ്ചൽ നമ്പർ പിന്നെ എഴുതാവൂ. ആദ്യം നമ്മുടെ 1 2 3 എന്നുള്ള നമ്മുടെ അക്കം നമ്പർ നമ്മൾ ആദ്യം എഴുതുക. ആദ്യം അത് എഴുതിയതിന് ശേഷം 33 പ്രാവശ്യം അത് എഴുതുക. എഴുതിയതിന് ശേഷം നമ്മൾ പിന്നെ ഓരോ പിന്നെ 369 എന്ന് ഓരോ ഈ നമ്പറിൻ്റെ അടുക്കൽ അങ്ങനെ എഴുതി പോവുക. അങ്ങനെയാണ് ഇത് എഴുതേണ്ടത്. അല്ലാതെ 1 എന്നിട്ടിട്ട് 369 എന്ന് എഴുതരുത്, 2 എന്നിട്ടിട്ട് 369 എന്ന് അങ്ങനെ എഴുതരുത്. അങ്ങനെ എഴുതി അതിൻ്റെ ഫലം കിട്ടത്തില്ല. ആദ്യം 1 2 3 എഴുതി മൊത്തം 33 ഇതുവരെ എഴുതുക.
കേട്ടോ. അതിന് 33 വരെ എഴുതിയിട്ട് ശേഷം നമ്മൾ 369 എന്നും പറഞ്ഞിട്ട് അങ്ങനെ എഴുതിയിട്ട് എഴുതേണ്ടത്. ഇത് എഴുതുമ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ കരുതണം, നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വേണം എഴുതാനായിട്ട്. എനിക്ക് ജോലി കിട്ടി, എനിക്ക് ഇത്ര രൂപ ശമ്പളത്തിൽ ജോലി കിട്ടി, ഇത്ര രൂപ ശമ്പളത്തിൽ ജോലി കിട്ടി, അങ്ങനെ 369 എഴുതുക. പിന്നെ നമ്മളങ്ങനെ മനസ്സിൽ വിചാരിച്ച് ഈ പിന്നെ 33 പ്രാവശ്യം നമ്മൾ എഴുതുമ്പോഴും അങ്ങനെ മനസ്സിൽ വിചാരിച്ച് തന്നെ അങ്ങ് എഴുതണം കേട്ടോ. അങ്ങനെ തന്നെ എഴുതുക. ഈ 3 ദിവസം നമ്മൾ അടുപ്പിച്ച് എഴുതുക. അത് നമ്മൾ എഴുതേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, പിന്നെ നീലമഷി കൊണ്ട് എഴുതാവൂ. നീലമഷിയോ പച്ചമഷിയോ, കറുപ്പ് പേന കൊണ്ട് നമ്മൾ എഴുതുകയോ ചെയ്യരുത്. എഴുതിയത് ഈ 3 ദിവസം അടുപ്പിച്ച് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് നടക്കുമോ എന്ന് നോക്കുക. ഈ 3 ദിവസം അടുപ്പിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാവോ? നടന്നെങ്കിൽ നമ്മൾ ഈ പേപ്പർ എന്നിട്ട് കീറിയല്ല, പിന്നെ നമുക്ക് ഈ പേപ്പറിൻ്റെ ആവശ്യമില്ലല്ലോ, നമുക്കത് കളയാം, കത്തിച്ച് കളയാം, എന്ത് ചെയ്യാം. നമുക്കഥവാ നടന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഒരു ദിവസം കൂടെ വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് എഴുതി തുടങ്ങാം കേട്ടോ. വീണ്ടും നമ്മൾ എഴുതി തുടങ്ങാം. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് തന്നെ രാവിലെ എഴുതേണ്ടത്. രാവിലെ ഞാൻ പറഞ്ഞല്ലോ 4 മണി മുതൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എഴുതാം. രാവിലെ എഴുതുക. നോൺ വെജ് ഒന്നും കഴിച്ചിട്ട് നമ്മളിത് ചെയ്യരുത്. കുളിച്ചതിന് ശേഷം നമ്മളിത് എഴുതുക. നമ്മൾ പിന്നെ ഒരു ശല്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ സ്വസ്ഥമായിട്ട് നല്ല സന്തോഷത്തോടു കൂടി ചെയ്യേണ്ട ഒരു കാര്യമേ ഇത്. അത് നമുക്ക് നടന്നു തന്നെ കിട്ടും. അന്നേരം നമ്മൾ ഒരു ശല്യം ആരുതാതെ നമ്മൾ ഒരു സ്ഥാനം കണ്ടെത്തി ഇത് എഴുതി പോവുക. ഈ 3 ദിവസം നമ്മൾ അടുപ്പിച്ച് ഇത് ചെയ്ത് നോക്കുക, നമുക്ക് ഫലം കിട്ടിയിരിക്കും. പിന്നെ ഞാൻ പറയാൻ വന്നത്, നമ്മളിത് പീരീഡ്സ് ദിവസങ്ങളിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. അതാണ് ഞാനിത് പറയാൻ വന്നത് കേട്ടോ. പീരീഡ്സ് ദിവസങ്ങൾ ഒഴിവാക്കിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. നമുക്കിത് 3 ദിവസത്തെ കാര്യമുള്ളല്ലോ, അപ്പം നമുക്കിത് ചെയ്യാൻ പറ്റുമല്ലോ. ആ 3 ദിവസം ഞാൻ പറഞ്ഞല്ലോ, നടന്നു കിട്ടിയില്ല, പിന്നെ നമ്മളിത് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും ഫലം കിട്ടും. ഇത് പൂർണ്ണ ഫലം കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത് നന്നായിട്ടും ഇത് ഫലം കിട്ടുന്ന ഒരു കാര്യമാണിത്. നമ്മൾ ആകർഷിച്ചെടുക്കുക. അത് നടന്നു തന്നെ കിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്നത്, ഇത് ചെയ്യേണ്ട രീതിക്കനുസരിച്ച് ചെയ്യണം. അല്ലാതെ നമുക്കതുപോലെ തന്നെ നമുക്ക് പരിശ്രമിച്ച് കിട്ടാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ പരിശ്രമിച്ചിട്ടും നമുക്ക് കിട്ടുന്നില്ല, ആ രീതിക്കുള്ള ചെയ്യണം. അതുപോലെ തന്നെ നമ്മളിപ്പം നമുക്കാണെന്നുണ്ടെങ്കിൽ ഒരു 25,000-30,000 രൂപ ശമ്പളം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതിനുള്ള ഇതേ ഉള്ളെന്ന് വെച്ചോ, അപ്പോൾ ഇതേ ഉള്ളൂ. അതിൽ കൂടുതലായിട്ട് നമുക്ക് കിട്ടേണ്ടത് നമുക്ക് കിട്ടത്തുള്ളൂ. അതിൽ കൂടുതൽ ലക്ഷങ്ങളെ നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ പഠിപ്പിനനുസരിച്ചുള്ളതല്ല നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ളത് നമ്മൾ ചെയ്യാൻ പോകല്. നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളിത് പരിശ്രമിക്കുക. നമുക്ക് പിന്നെ ജോലിയിൽ നമുക്കാണ് ജോലിയിൽ നിന്ന് ഉയർച്ച വേണം. പിന്നെ നമുക്ക് അതിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടെ ശമ്പളങ്ങൾ വേണം. അല്ലാതെ നമ്മൾ ആ ഒരു രീതിക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെ പരിശ്രമം നന്നായിട്ട് വേണം ഇതിന് കേട്ടോ. അല്ലാതെ ചുമ്മാ അത് വീട്ടിൽ ഇരുന്നുകൊണ്ട് ഇത് ചെയ്ത് സാധിച്ചെടുക്കാമെന്ന് വിചാരിക്കരുത്. നമ്മൾ പരിശ്രമിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് പരിശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ആഗ്രഹം കൂടെ വേണം, നമുക്ക് നടന്നിരിക്കും അത്. എല്ലാവർക്കും വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റിൽ കൂടെ ചോദിച്ചാൽ അത് ഞാൻ മറുപടി തരാം. പിന്നെ എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. അതിന് പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു. എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.